Hello friends, welcome to our channel Civil On. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ 25 MCQs ആണ് ബേസ്ഡ് ഓൺ ദി ടെക്സ്റ്റ് ഗുപ്ത ആൻഡ് ഗുപ്ത. ഈ ടെക്സ്റ്റ് എന്ന് എടുത്തിരിക്കുന്ന 25ഓളം MCQ ക്വസ്റ്റ്യൻസും അതിന്റെ ഡിസ്കഷൻസും ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. So starting from first question, which of the following methods of applying water may be used on rolling land? Rolling landലെ ഏറ്റവും suitable ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഇറിഗേഷൻ മെത്തേഡ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. Option A, border flooding. Option B, check flooding. Option C, furrow flooding. And option D, free flooding. So the answer is border flooding ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, if the electrical conductivity of water is in between 250 to 750 micromoles per centimeter at 25 degrees Celsius, then it is classified as. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂ ഏത് ക്ലാസിഫിക്കേഷനിലാണ് നമുക്ക് ആ ഒരു വാല്യൂ വരുന്ന വാട്ടറിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ദർ ഇസ് എ സ്റ്റാൻഡേർഡ് ടേബിൾ ഫോർ ബേസ്ഡ് ഓൺ സലൈനിറ്റി. സോ സലൈനിറ്റി ലോ, മീഡിയം, ഹൈ, വെരി ഹൈ എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റേഞ്ച് കൊടുത്തിരിക്കുന്നത് മൈക്രോ മോസ് പെർ സെന്റിമീറ്ററിലാണ്. സോ ഇതിൽ ലോക്കാണെങ്കിൽ 100 to 250, ദെൻ മീഡിയം 250 to 750, high 750 to 2250, and very high greater than 2250. So here it is range is between 250 to 750. So the answer is medium. Okay, medium salinity is answer. Next question, the value of sodium absorption ratio, that is SAR, for high sodium water lies between. So high sodium content ഉള്ള വാട്ടറിന്റെ SAR ratio, SAR വാല്യൂ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിലും ഒരു സ്റ്റാൻഡേർഡ് ടേബിൾ ഉണ്ട്. ഓക്കെ, വാട്ടറിന്റെ ടൈപ്പ് അനുസരിച്ച്, അതായത് സോഡിയം എത്രത്തോളം ഉണ്ടെന്ന് അനുസരിച്ച് SAR വാല്യൂ, അതും സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോയുടെ വാല്യൂസ് എങ്ങനെയാണ്. അപ്പോൾ ലോ സോഡിയം വാട്ടറിനാണെങ്കിൽ 0 to 10 ആയിരിക്കും SAR വാല്യൂ. ദെൻ മീഡിയം ആണെങ്കിൽ 10 to 18, ഹൈ ആണെങ്കിൽ 18 to 26, ആൻഡ് വെരി ഹൈ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 26 ആണ് SAR values. So here the question is for high sodium water ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. So high sodium water ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം range is 18 to 26. So option C will be the answer. Okay, next question. Next question is optimum depth of core watering for rice. റൈസിന്റെ optimum depth for core watering ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 190 mm ആണ് റൈസിന്റെ കോർ വാട്ടറിംഗ് പീരീഡ് എന്ന് പറയുന്നത്, അതിന്റെ ഒപ്റ്റിമം ഡെപ്ത്. സോ കോർ വാട്ടറിംഗ് എന്താണെന്ന് അറിയാത്തവർ ലൈനൊന്ന് ജസ്റ്റ് വായിക്കുക. ഫസ്റ്റ്, വാട്ടറിംഗ് ഈസ് നോൺ ആസ് കോർ വാട്ടറിംഗ് ആൻഡ് ഡെപ്ത് അപ്ലൈഡ് ഈസ് നോൺ ആസ് കോർ ഡെപ്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറിഗേഷൻ വാട്ടർ ഹാവിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് Na2 plus and Ca2 plus and Mg2 plus as 20, 3 and 1 milli equivalent per liter respectively will be classified as. ഓക്കെ, അപ്പോൾ ഇതിൽ Na2 പ്ലസ് Ca2 പ്ലസ് Mg2 പ്ലസിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ദെൻ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ അത് ഏത് ടൈപ്പിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് SAR വാല്യൂ എത്രയാണെന്ന് അറിഞ്ഞാലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ SAR വാല്യൂന്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, നേരത്തെ കണ്ടതാണ്. സോ SAR കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്, അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ദി വാല്യൂ, equation will be Na plus plus divided by root of Ca plus plus അഥവാ Ca2 plus plus Mg plus plus divided by 2. So this is the equation for finding sodium absorption ratio. Okay, so value Na2 plus എല്ലാത്തിനും വാല്യൂ തന്നിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 20 divided by root of 3 plus 1 by 2. So 3 plus 1 by 2 എന്ന് പറയുമ്പോൾ 4 by 2, that is root 2. 20 by root 2. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 14.4 എന്നുള്ളതാണ് ആൻസർ കിട്ടുന്നത്. സോ 14.4 എന്നുള്ള റേഞ്ച് നമ്മൾ ഈ ക്വസ്റ്റിൽ കണ്ടതാണ്. 14.4 എന്നുള്ള റേഞ്ച് മീഡിയം സോഡിയത്തിന്റെ റേഞ്ചിലാണ് വരുന്നത്. സോ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നത് മീഡിയം സോഡിയം വാട്ടർ ആയിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി capital D in hectares per cumec, depth of water delta in meters and base period B in days is given by. So ഇതിന്റെ റിലേഷൻ ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്, എന്തായാലും അറിഞ്ഞിരിക്കുന്ന റിലേഷൻ ആണ്. നമുക്കറിയാം it will be delta is equal to 8.64 B by D എന്നുള്ളതാണ് റിലേഷൻ. സോ ഡ്യൂട്ടി എന്താണ്, ഡെൽറ്റ, ബേസ് പീരീഡ് എന്താണെന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഈ ഒരു സ്ലൈഡ് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം.
Next question, the duty is largest. Option A at the head of water course, option B on the field, option C at the head of main channel, and option D is same at all the points. So ഇവിടെ ആൻസർ വരാം ഓൺ ദി ഫീൽഡ് ആണ്. ഓക്കെ, ഡ്യൂട്ടി എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആയിരിക്കുന്നത് ഫീൽഡിലാണ്, ഓൺ ദി ഫീൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഫാക്ടർ is the duty at the head of. Okay, outlet discharge factor എന്നുള്ളത് is the duty at the head of. എന്തിന്റെ ഹെഡിലുള്ള ഡ്യൂട്ടി ആണ് നമ്മൾ യൂഷ്വലി എടുക്കുന്നത്? So it will be the answer option C, water course will be the answer. Okay, next question, the core depth for rice is 190 mm. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. And core period is 14 days. Then the outlet factor for this will be. ഓക്കെ, ഔട്ട്ലെറ്റ് ഫാക്ടർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ, ഡെൽറ്റ ഈക്വൽ ടു 8.64 B/D എന്നുള്ള റിലേഷൻ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ ആണ്. സോ ഇതിൽ നമുക്ക് 8.64 ബേസ് പീരീഡ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ബേസ് പീരീഡ് ഈസ് ഗിവൺ ആസ് 14 days. 14 ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് 190 ആണ്. ഡെപ്ത് എന്ന് പറയുന്നത് 190 ആണ്. ബട്ട് നമുക്ക് എന്തിൽ വേണം? മീറ്ററിൽ വേണം. സോ ഒരു 0.19 എന്നുള്ളത് കിട്ടും. So 8.64 into 14 divided by 0.19 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 637 ഹെക്ടർ പെർ മീറ്റർ സ്ക്വയർ അല്ല മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. സോ ഇതിൽ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നത് ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. Next question, for supplying water to Rabi crops, kharif crop and sugarcane, the channel is designed for a capacity equal to the greater of water requirement of. Option A, Rabi or kharif. Option B, Rabi and kharif or sugarcane. Option C, Rabi and sugarcane or kharif and sugarcane. Option D, Rabi or kharif or sugarcane. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യും, വാട്ടർ റിക്വയർമെന്റ് എന്തിന് ഗ്രേറ്റർ ആവണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇതിന്റെ ആൻസർ വരാം ഓപ്ഷൻ സി ആണ്, റാബി ആൻഡ് ഷുഗർ കെയിൻ ഓർ ഖാരിഫ് ആൻഡ് ഷുഗർ കെയിൻ ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ ദി റോഡ് സോൺ ഓഫ് ദി ക്രോപ്സ് ടു quantity of water actually delivered in the field is known as. Okay, so this is the definition of water application efficiency. So this is answer is water application efficiency. So water conveyance efficiency എന്താണ്, water application efficiency എന്താണ്, water use efficiency എന്താണെന്നുള്ള definitions ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കുക. Next question, the water utilizable by plants is available in soil mainly in the form of, അതായത് പ്ലാന്റിന് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ എന്ത് ഫോമിലാണ് കാണപ്പെടുക? Option A, gravity water. Option B, capillary water. Option C, hydroscopic water. And option D, chemical water. So it is definitely option B, capillary water. Okay, capillary water ആണ് ആൻസർ. So hydroscopic water എന്താണ്, capillary water എന്താണ്, gravity water എന്താണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. So ഒന്ന് വായിച്ചു നോക്കാം. Okay. Next question, the amount of irrigation water required to meet the evapotranspiration need of crop during its full growth is called. Option A, effective rainfall. Option B, consumptive use. Option C, consumptive to irrigation requirement. And option D, net irrigation requirement. So here the right answer will be option C, consumptive to irrigation requirement. Okay, consumptive to irrigation requirement. So evapotranspiration എന്താണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ evapotranspiration എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിൽ ഉള്ള അതായത് ഇവാപ്പറേഷൻ കൂടാതെ നമ്മുടെ ലീവ്സിൽ എന്തുണ്ടാവും, വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ലീവ്സിൽ നിന്നുള്ള ആ ഒരു ഇവാപ്പറേഷൻ കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവാപ്പോട്രാൻസ്പിറേഷൻ എന്നുള്ള ടേം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് ദ ഇൻക്രീസ് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈ ദി ഈൽഡ് ഓഫ് മോസ്റ്റ് ക്രോപ്സ് എങ്ങനെയായിരിക്കുന്നത്? നമ്മൾ ലോജിക്കലി ചിന്തിച്ചാണ് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ എത്രത്തോളം വെള്ളം സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, അപ്പോൾ ഈൽഡ് ക്രോപ്പിന് വിളവിന് എന്ത് സംഭവിക്കുന്നു, വെള്ളം നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ എ, ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി, ഈൽഡ് കൂടിക്കൊണ്ടിരിക്കും. ഓപ്ഷൻ ബി, ഡിക്രീസസ് കണ്ടിന്യൂസ്ലി, കുറഞ്ഞുകൊണ്ടിരിക്കും. ഓപ്ഷൻ സി, ഇൻക്രീസസ് അപ് ടു എ സർട്ടൻ ലിമിറ്റ് ആൻഡ് ദെൻ ബിക്കംസ് കോൺസ്റ്റന്റ്. ഓപ്ഷൻ ഡി, ഇൻക്രീസസ് അപ് ടു എ സർട്ടൻ ലിമിറ്റ് ആൻഡ് ദെൻ ഡിക്രീസസ്. നമുക്കറിയാം കുറെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ ആദ്യം വെള്ളം കിട്ടുമ്പോൾ പ്ലാന്റ്സ് നന്നായിട്ട് വളരും. പക്ഷെ ഒരു ലിമിറ്റ് വിട്ട് പോയിട്ട് എന്ത് ചെയ്യും, അത് അതിന്റെ ഗ്രോത്തിനെ ബാധിക്കും. അപ്പൊ എന്ത് ഈൽഡ് എന്ന് പറഞ്ഞാൽ കുറയാണ് ചെയ്യുക. അപ്പോൾ ഇൻക്രീസസ് അപ് ടു എ സർട്ടൻ ലിമിറ്റ് ആൻഡ് ദെൻ ഡിക്രീസസ് വിൽ ബി ദി ആൻസർ. സോ ഇതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്.
Okay, next question. Hydrograph is the graphical representation of option A runoff and time, option B surface runoff and time, option C groundwater flow and time, and option D rainfall and time. Hydrograph എന്ന് വെച്ചാൽ എന്ത് തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്? റൺ ഓഫും ടൈമും തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് hydrograph എന്ന് പറയുന്നത്. So option A will be the answer. And infiltration rate is always option A more than infiltration capacity, option B less than the infiltration capacity, option C equal to or less than the infiltration capacity, and option D equal to or more than the infiltration capacity. Okay, so here the answer will be equal to or less than infiltration capacity എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്നുള്ളതാണ് അതിന്റെ മാക്സിമം എത്രത്തോളം ഇൻഫിൽട്രേഷൻ നടക്കുന്നു എന്നുള്ളത് കാണിക്കുന്നത്. ഇൻഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അതിന് കുറവാവണം അല്ലെങ്കിൽ അതിന് ഈക്വൽ വരെ ആവാം. ഓക്കെ, അതാണ് മാക്സിമം. അത് കടന്ന് എന്തായാലും പോകില്ല എന്ന് നമുക്ക് പറയാം. സോ ഇവിടെയാണ് ഇൻഫിൽട്രേഷൻ എന്താണ്, ഇൻഫിൽട്രേഷൻ റേറ്റ് എന്താണ്, ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്താണെന്നുള്ള ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, infiltration capacity. Okay, next question, the depth of the water required to bring the soil moisture content of given soil up to its field capacity is called. Okay, അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ, ഹൈഡ്രോസ്കോപ്പിക് വാട്ടർ, ഓപ്ഷൻ ബി equivalent moisture, option C soil moisture deficiency, and option D pellicular water. So here the option is soil moisture deficiency. Soil moisture deficiency definition ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. It is the difference between the amount of water actually in the soil and amount of water that soil can hold എന്നുള്ളതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ വരുന്നത്. So amount of water soil can എത്രത്തോളം വാട്ടർ ഗ്രാവിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫീൽഡ് കപ്പാസിറ്റി. ഓക്കെ, സോ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്നുള്ളത് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ഈസ് എ കോൺസ്റ്റന്റ് ഫാക്ടർ, ചേഞ്ചസ് വിത്ത് ടൈം or changes with location. Last option is changes with both time and location. So infiltration capacity is changes with both time and location will be the answer. Next question, infiltration is the movement of water through the soil, absorption of water by the soil surface. Option C both A and B, and option D none of them. നമുക്കറിയാം ഇൻഫിൽട്രേഷൻ എന്ന് വെച്ചാൽ സോയിലിന്റെ ഇടയിൽ കൂടി, സോയിലിന്റെ ഉള്ളിൽ കൂടി വാട്ടർ ഭൂമിയുടെ അടിയിലോട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ, വിച്ച് ഈസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ ത്രൂ ദി സോയിൽ. 21st question, if the intensity of rainfall is more than the infiltration capacity of the soil, then infiltration rate will be. ഓക്കെ, ആ റെയിൻഫോൾ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കൂടുതലാകുമ്പോൾ ഇൻഫിൽട്രേഷൻ റേറ്റ് എങ്ങനെയാവുന്നതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇറ്റ് വിൽ ഈക്വൽ ടു ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി. ഓക്കെ, ആ മാക്സിമത്തിലെത്തും. മാക്സിമത്തിൽ എത്താന്ന് പറഞ്ഞാൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റിന് ഈക്വൽ ആവും. ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ആണ് മാക്സിമം നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന് ഈക്വൽ ആവുന്ന സ്റ്റേജ് ആണ് അവിടെ ഉണ്ടാവും. അത് കടന്ന് എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല എന്നറിയാം. Next question, cyclonic precipitation is caused by lifting of an air mass due to. Cyclonic precipitation ഉണ്ടാവുന്നത് lifting of an air due to എന്ത് കാരണം കൊണ്ടാണ്? പ്രഷർ ഡിഫറൻസ് കാരണം കൊണ്ടാണോ, ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം കൊണ്ടാണോ, നാച്ചുറൽ ടോപ്പോഗ്രാഫിക്കൽ ബാരിയർ കാരണം കൊണ്ടാണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. നമുക്കറിയാം സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ആണ്. അത് ഉണ്ടാവാനുള്ള കാരണം പ്രഷർ ഡിഫറൻസ് തന്നെയാണ്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രസിപ്പിറ്റേഷൻസ് പഠിക്കണം. സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് പ്രഷർ ഡിഫറൻസ് കാരണം കൊണ്ടും, അതുപോലെ തന്നെ കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ ആണെങ്കിലാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്നത്. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഓർത്തോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ, ഇവിടെ ഒരു മൗണ്ടെയിനോ അങ്ങനെ എന്തെങ്കിലും ടോപ്പോഗ്രാഫിക്കൽ ബാരിയർ ഉണ്ടെങ്കിൽ ഇവിടെ തട്ടി എയർ കൂളായിട്ട് മഴ പെയ്യുന്നതും ഇവിടെ സണ്ണി ക്ലൈമറ്റ് ആവുന്നതും ആ ഒരു ടൈപ്പ് ഓഫ് precipitation ആണ് എന്താ ഓർത്തോഗ്രാഫിക് precipitation എന്ന് പറയുന്നത്. 23rd question, which of the following is a non-recording rain gauge? Rain gauges റെയിൻ എത്രത്തോളം ഉണ്ടെന്ന് ഒരു ഏരിയയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെയിൻ ഗേജസ് യൂസ് ചെയ്യുന്നത്. റെയിൻ ഗേജസ് റെക്കോർഡിംഗ് ടൈപ്പ് ഉണ്ട്, നോൺ റെക്കോർഡിംഗ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നോൺ റെക്കോർഡിംഗ് ടൈപ്പ് നമുക്ക് മെയിൻ ആയിട്ട് ഒന്നാണ് പഠിക്കാനുള്ളത്, ദാറ്റ് ഈസ് സൈമൺസ് റെയിൻ ഗേജ്. സൈമൺസ് റെയിൻ ഗേജ് ആണ് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് എന്ന് പഠിക്കുക. ബാക്കിയുള്ള വെയിങ് ബക്കറ്റ് റെയിൻ ഗേജും ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജും ഫ്ലോട്ടിംഗ് ടൈപ്പ് റെയിൻ ഗേജസ് ഒക്കെ ഒരു റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജസ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെയിൻ ഗേജ് ഷുഡ് ബി പ്രിഫറബിളി ബി ഫിക്സ്. എവിടെയാണ് പ്രിഫർ ചെയ്യുന്നത് ഫിക്സ് ചെയ്യാനായിട്ട്? നിയർ ദി ബിൽഡിംഗ് ആണോ, അണ്ടർ ദ ട്രീ ആണോ, ഇൻ എൻ ഓപ്പൺ സ്പേസ് ആണോ, ഇൻ എ ക്ലോസ് സ്പേസ് ആണോ? നമുക്ക് ഒന്ന് ജസ്റ്റ് ലോജിക്കലി തിങ്ക് ചെയ്താൽ തന്നെ അറിയാം, മഴ ഡയറക്ട്ലി വീഴുന്ന സ്ഥലത്താണ് നമ്മൾ റെയിൻ ഗേജസ് വെക്കേണ്ടത്. സോ ഓപ്ഷൻ സി ഇൻ ആൻ ഓപ്പൺ സ്പേസ് വിൽ ബി ദി ആൻസർ. സോ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. റെയിൻ ഗേജ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
if allowable percentage error in estimate of basic rainfall is E and coefficient of variation of rainfall is C, then optimum number of rain gauges is given by. Optimum number of rain gauges ഒരു equation ഉണ്ട്. Okay, optimum number of rain gauges equal to CV by E the whole square. That is the equation. CV by E the coefficient of variation divided by error in estimate of basic rainfall. എന്നിട്ട് അത് സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഒപ്റ്റിമം നമ്പർ ഓഫ് റെയിൻ ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ ഇനിയും നമ്മൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫോർ മോർ വീഡിയോസ് definitely subscribe this channel. If you like this video, please share, support, like this video. Thank you.